സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം പൂർത്തിയായി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിപ രോഗബാധയിൽ നിലവിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. MG പ്രതീഷ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, എന്തായാലും ആശങ്കപ്പെടേണ്ട എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും എങ്ങനെയൊക്കെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പറയുന്നത്? ഒപ്പം യോഗത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, സംസ്ഥാനത്ത് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നത്. അല്പസമയം മുമ്പാണ് ഈ യോഗം അവസാനിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യം, ഈ കോഴിക്കോട്ടെ സാഹചര്യം ഈ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നതാണ് പ്രധാനമായും നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഉച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ട് പുതിയ തീരുമാനങ്ങൾ അറിയിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഇപ്പോൾ രോഗവ്യാപനം ഇല്ല എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ആരോഗ്യവകുപ്പിനുള്ളത്. ഈ രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ 5 പേരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവർക്ക് ആർക്കും തന്നെ നിലവിൽ അത്തരത്തിൽ നിപ്പയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കാനുള്ള ഒരവസ്ഥ ഇല്ല എന്നതാണ് ആരോഗ്യവകുപ്പും കണക്ക് കൂടുന്നത്. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. ഈ റൂട്ട് മാപ്പ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ആരോഗ്യവകുപ്പ് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകും. എന്തായാലും നിലവിൽ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ആരോഗ്യവകുപ്പ് ഡയറക്ടറും അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിനു പുറമെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ പകർച്ചവ്യാധി വിഭാഗം മേധാവിയെ ഇതിന്റെ ഏകോപന ചുമതല ഏൽപ്പിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിലും അത്തരത്തിൽ ഈ പകർച്ചവ്യാധി വിഭാഗം മേധാവിമാരും അവിടുത്തെ ഡോക്ടർമാരുമാണ് ഇത് കൂടുതലും ഏകോപിപ്പിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ഏകോപനവും നിയന്ത്രണവും ഒക്കെ തന്നെ ആയിരിക്കും ഇനി ഈ സാഹചര്യത്തിലും ഉണ്ടാവുക. പക്ഷേ നേരത്തെ 2018 സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ച ഒരു അവസ്ഥ ഇപ്പോഴില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ എന്തായാലും മറ്റ് ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ആർക്കും ഉണ്ടായിട്ടില്ല. അതാണ് ഒരു ആശ്വാസകരമായ കാര്യമായി പറയുന്നത്. ഇനി പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം കൂടി വരണം. ഇന്ന് വൈകിട്ടോട് കൂടി ആ ഫലം എത്തും എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. പൂനെയ്ക്ക് പുറമെ സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായ തോന്നയ്ക്കലും പരിശോധനാ ഫലം അയച്ചിട്ടുണ്ട്. പക്ഷേ നിപ്പ പ്രോട്ടോകോൾ പ്രകാരം പൂനെ വൈറോളജി ലാബിൽ നിന്ന് ആ ഫലം വന്ന് അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഔദ്യോഗികമായി സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റേതുള്ളത്. പക്ഷേ സമ്പർക്ക പട്ടിക കുറച്ച് വിപുലമായതിനാൽ തന്നെ അവരെ മുഴുവൻ പേരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ആശങ്ക വേണ്ട, പക്ഷേ എപ്പോഴും ജാഗ്രത കൃത്യമായി പാലിക്കണം. ആരോഗ്യവകുപ്പ് പറയുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക, മാസ്ക് ധരിക്കണം, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കണം എന്നടക്കമുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുക എന്നത് ഉറപ്പുവരുത്തുക. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.